നമസ്കാരം. രജനി ചിത്രം കൂലിയിൽ ശിവകാർത്തികേയൻ എന്നൊരു വലിയ ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ഈ ചോദ്യത്തിന് തുടക്കം കുറിക്കുന്നത് ആമിർ ഖാൻ കാരണമാണ്. ആമിർ ഖാന്റെ ഏറ്റവും ഒടുവിലത്തെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ശിവകാർത്തികേയനെ ടാഗ് ചെയ്തുകൊണ്ട് ഈ ഫോട്ടോ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇതൊരു അക്ഷരത്തെറ്റോ അല്ലെങ്കിൽ ഇത് അറിയാതെ ടാഗ് ചെയ്തു പോയതാണോ എന്നൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ വരട്ടെ. കാരണം ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് ശേഷം ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആമിർ ഖാന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമായ സിത്താരെ സമീൻ പർ എന്ന ചിത്രം യൂട്യൂബിൽ ആമിർ ഖാന്റെ ക്യാരവാനിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുന്നതാണ് ചിത്രത്തിൽ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിവകാർത്തികേയൻ ആ ചിത്രങ്ങളിൽ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എല്ലാ ആർട്ടിസ്റ്റുകളെയും ടാഗ് ചെയ്തിട്ടുണ്ട്. അതായത് സൗബിൻ, അനിരുദ്ധ്, ശ്രുതി ഹാസൻ, ഉപേന്ദ്ര തുടങ്ങിയ എല്ലാവരെയും ആമിർ ഖാൻ ഈ ഫോട്ടോയുടെ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ടാഗാണ് ശിവകാർത്തികേയൻ. ശിവകാർത്തികേയൻ കൂലിയിലുണ്ടോ? ഇതൊരു വലിയ സർപ്രൈസാണ്, സസ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് എന്നത് തന്നെ പറയേണ്ടി വരും. ഇത് വീണ്ടും പൊട്ടിക്കുന്നത് ആമിർ ഖാൻ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ശിവകാർത്തികേയൻ രജനീകാന്തിൻ്റെ ഒരു വലിയ ആരാധകനാണ്. ശിവകാർത്തികേയൻ സിനിമാ മേഖലയിൽ തന്നെ വരുന്നത് രജനീകാന്തിനെ അനുകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ രജനീകാന്താണ് തൻ്റെ റോൾ മോഡൽ എന്ന് പല ആവർത്തി പറഞ്ഞിട്ടുള്ള നടനും കൂടിയാണ് ശിവകാർത്തികേയൻ. രജനിയോടൊപ്പം അഭിനയിക്കണം എന്നുള്ളത് തൻ്റെ വലിയ സ്വപ്നമാണെന്നും ശിവകാർത്തികേയൻ പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പരാശക്തി എന്ന ശിവകാർത്തികേയൻ്റെ ചിത്രത്തിൽ വില്ലനായിട്ട് ആദ്യം ലോകേഷ് കനകരാജിനെ കാസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. അങ്ങനെ എല്ലാം കൂടി കണക്ട് ചെയ്ത് വായിക്കുമ്പോഴേക്കും ശിവകാർത്തികേയൻ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ള വലിയ സൂചന, ഹിന്റ് ആമിർ ഖാൻ തരുന്നുണ്ട്. ആമിർ ഖാനെ പോലൊരു ഹിന്ദി താരത്തിന് ശിവകാർത്തികേയൻ്റെ പേര് അറിയാതെ പോസ്റ്റിൽ ടാഗായി പോയി എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആമിറിന്റെ ഈ പോസ്റ്റിൽ ശിവകാർത്തികേയനെ ടാഗ് ചെയ്തതിനു ശേഷം കമന്റ് ബോക്സിൽ ഒരുപാട് അഭ്യൂഹങ്ങൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ശിവകാർത്തികേയൻ ഇതിനായിട്ട് ടാഗ് ചെയ്തു, ശിവകാർത്തികേയൻ ഈ ചിത്രത്തിൽ ക്യാമിയോ എത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിട്ട് പോലും ആ പോസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് ശിവകാർത്തികേയന്റെ പേര് മാറ്റാൻ ഇതുവരെ ആമിർ ഖാൻ പ്രൊഡക്ഷൻസ് തയ്യാറായിട്ടില്ല എന്നുള്ളതും വ്യക്തമാക്കേണ്ട കാര്യവുമുണ്ട്. കൂലി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് 14-ാം തീയതി ചിത്രം റിലീസിനെത്തുമ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ട്. കൂലി LCUവിന്റെ ഭാഗമാണോ അല്ലയോ, ആദ്യ ദിവസം 150 കോടി രൂപ നേടുമോ ഇല്ലയോ, മൊത്തം കളക്ഷൻ 1000 കോടി എത്തുമോ ഇല്ലയോ, പല താരങ്ങളും തമ്മിലുള്ള കണക്ഷൻസ് നോക്കുന്നുണ്ട്. ഈ ലോകേഷ് കനകരാജിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് കൂലി വരികയാണെങ്കിൽ കമൽഹാസനും രജനീകാന്തും പിന്നീട് ഇനി അതിനുശേഷമുള്ള ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്കിടയിലാണ് വളരെ പ്രസക്തമായ ഒരു കാര്യം ഇപ്പോൾ എത്തുന്നത്. ശിവകാർത്തികേയൻ കൂലിയിലുണ്ടോ എന്നൊരു വലിയ ചോദ്യം കൂടി നിലനിൽക്കുന്നത്. കാരണം ശിവകാർത്തികേയനെ പോലെ തമിഴ്നാട് ഇൻഡസ്ട്രിയിൽ ഒരു പ്രധാനപ്പെട്ട നായക നടൻ കൂലി എന്ന ചിത്രത്തിൽ ക്യാമിയോ ആയിട്ടെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ ഉണ്ടാക്കാൻ പോകുന്ന ഹൈപ്പ് ചെറുതൊന്നുമല്ല. അത് ലോകേഷിനും നന്നായിട്ടറിയാം. ആമിർ ഖാനെ പോലെ ഒരു താരത്തെ തന്നെ ലോകേഷ് കാസ്റ്റ് ചെയ്യുമ്പോൾ പോലും ആദ്യം തന്നെ ആരെയും അറിയിക്കാതെ എവിടെയോ ഒരു ഹിഡൻ ലൊക്കേഷനിൽ പോയാണ് ആമിർ ഖാന്റെ പോർഷൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആമിർ തന്നെ അത് അഭിമുഖങ്ങളിൽ വന്ന് ആ സസ്പെൻസ് ബ്രേക്ക് ചെയ്യുകയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ശിവകാർത്തികേയനും ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുന്നതും ആമിർ ഖാൻ ആണ് എന്നുള്ളൊരു കാര്യം കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളായിട്ടുണ്ടാക്കിയ വാർത്തയൊന്നുമല്ല, നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ പറയുന്നത്. ആമിർ ഖാന്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ആമിർ ഖാൻ തന്നെ ടാഗ് ചെയ്തിരിക്കുന്നതാണ് ശിവകാർത്തികേയൻ. ശിവകാർത്തികേയൻ അല്ലാണ്ട് അവിടെ ഒരു തരത്തിലും ടാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ സിനിമയുടെ പിന്നണിയിലോ ശിവകാർത്തികേയന്റെ പേരെ ഇതുവരെ പരാമർശിച്ചിട്ടില്ല. പക്ഷേ ലോകേഷിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ സർപ്രൈസുകൾ ഒരുപാട് ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ശിവകാർത്തികേയൻ രജനി ചിത്രത്തെ നോ എന്ന് വേണ്ടെന്നും വെക്കില്ല എന്നതും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ശിവകാർത്തികേയനെ ലോകേഷ് പോയി അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ശിവകാർത്തികേയൻ അതിന് യെസ് പറയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ശിവയുടെ റോൾ മോഡലാണ് രജനീകാന്ത്. അതേ റോൾ മോഡലൊപ്പം അഭിനയിക്കാൻ വേണ്ടി ഏതൊരു താരവും കാത്തിരിക്കുന്നത് പോലെ തന്നെയാണ് ശിവയും എത്തുന്നത്. ഏറ്റവും ഒടുവിൽ ശിവ ഇതുപോലൊരു ക്യാമിയോ അപ്പിയറൻസ് നടത്തിയത് ഗോട്ട് എന്ന വിജയ് ചിത്രത്തിലാണ്. വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിൽ തുപ്പാക്കി പുടിങ്ക ശിവ എന്ന വിജയുടെ ആ ഡയലോഗോടുകൂടി തന്നെ ശിവകാർത്തികേയൻ മറ്റൊരു തലത്തിലേക്ക് നായക നടനായി മാറിയിട്ടുണ്ടെന്നാണ് വിജയ് ആരാധകർ പറയുന്നത്. കാരണം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇനി തുടർന്നു പോകുന്നൊരു ഘട്ടത്തിൽ വിജയുടെ സ്പേസ് സിനിമയിൽ ക്ലിയർ ചെയ്യേണ്ടത് ശിവകാർത്തികേയനാണ് എന്നൊരു വലിയ ദൗത്യവും കൂടി വിജയ് ഏൽപ്പിച്ചതാണ്. അതിൻ്റെ വേറൊരു പ്രതീകമാണ് ആ സീക്വൻസ് എന്നത് വിജയ് ആരാധകർ പറയുമ്പോഴാണ് ശിവകാർത്തികേയൻ ഈ ചിത്രത്തിൽ ഉണ്ടോ എന്നൊരു വലിയ ചോദ്യവും കൂടി പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഇതുവരെ ലോകേഷിന്റെ ഭാഗത്തു നിന്നോ കൂലിയുടെ ഭാഗത്തു നിന്നോ ഇതിനൊരു കൃത്യമായ വ്യക്തത, സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല. സസ്പെൻസ് ആണെങ്കിൽ അത് വീണ്ടും ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ആമിർ ഖാൻ തന്നെയാണ്.